ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഈസി മിൽക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാനിവിടെ 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചു, 1 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര 1/4 ടീസ്പൂൺ ഏലക്ക ചേർത്ത് പൊടിച്ച് വെച്ചു. ഏലക്കായുടെ ഫ്ലേവറാണിന്ന് ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം റവ എടുത്തു. ഈ റവയൊന്ന് പൊടിച്ചെടുക്കണം. 2 മുട്ട, 50 ഗ്രാം ബട്ടർ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത്രയും സാധനമാണ് നമുക്ക് മിൽക്ക് കേക്കിന് ആവശ്യമുള്ളത്. ആദ്യം പഞ്ചസാര പൊടിച്ചതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ശരിക്കും അടിച്ചെടുക്കണം. അതിന് ശേഷം റവ ഇട്ടടിക്കണം. പിന്നെ മിൽക്ക്, അതിലേക്ക് ബട്ടർ ചേർത്ത് അലിയിച്ചെടുക്കണം. ചെറു ചൂടോടുകൂടി ബട്ടർ ഇട്ടങ്ങ് അലിയിച്ച് എല്ലാം കൂടെ യോജിപ്പിച്ച് കേക്ക് തയ്യാറാക്കാം. ഈസി കേക്ക്. ഇത് വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. പിള്ളേർക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യാം. ബട്ടറും മിൽക്കും കൂടി ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി അലിയിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പതപ്പിച്ചെടുത്ത് ഇതിലേക്ക് റവ ഇടാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതാണ്. ഇത് ചേർത്തങ്ങ് അടിച്ചു കൊണ്ടുവരാം. പഞ്ചസാര, മുട്ട, റവ എല്ലാം ചേർത്ത് അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് മിൽക്കും ബട്ടറും കൂടെ ചെറു ചൂടോടെ ഒഴിക്കണം. ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇത് അങ്ങ് കുറേശ്ശെ ഇട്ട് അടിച്ചെടുക്കും. ഇത് ചേർത്ത് അടിച്ചു കൊണ്ടുവരാം. ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചു. ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഗ്യാസ് അടുപ്പ് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം അടിച്ച് റെഡിയാക്കി. ഇനി ഇത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഉണ്ടോ? കേക്കിനുള്ള ബാറ്ററെല്ലാം ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലെടുത്തു. ഇനി അതിൻ്റെ എയർ ബൗൾസൊക്കെ ഒന്ന് കളയാനൊന്ന് പയ്യെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് അരമണിക്കൂർ ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടപ്പിനൊരു ഹോളുണ്ട്. ആ ഹോൾ ഒരു ഗ്രാമ്പു വെച്ചങ്ങ് അടച്ചേക്കാം. ഇനി ഇത് ബേക്ക് ആകട്ടെ. ഓക്കെ, മിൽക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ആകുമ്പം ഇത് ബേക്ക് ആവും. ഓക്കെ, മൂടി വെക്കാം. മിൽക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായി. ഇനി നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. ഇതെടുത്ത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യാം. തണുക്കട്ടെ. ഇതുപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അടിയിലൊരു തട്ടും വെക്കണം. തട്ടോ റിങ്ങോ എന്തെങ്കിലും വെച്ചാൽ മതി. അതും വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇതിനു മുമ്പേ കേക്ക് 2 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഈസി മിൽക്ക് കേക്ക്
തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. കേക്ക് ഇവിടെ തണുത്ത്. നമുക്കിനി പ്ലേറ്റിലേക്ക് ഇതിനെ കുടഞ്ഞിടാം. ഇളകി പോരുന്നുണ്ട്. പൊക്കിയെടുത്ത് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. മൈദ വെച്ചത് എടുക്കുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിരിക്കും. മൈദ കൂടുതൽ കഴിക്കുന്നത് ചീത്തയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി, റവ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. നമുക്കിനിത് തിരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. ഈസി മിൽക്ക് കേക്ക് ഇവിടെ ഞാൻ കട്ട് ചെയ്തു. ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാം. കൊള്ളാം, ഉഗ്രൻ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.